ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നമുക്ക് നോക്കിയാലോ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ചിലവർക്കൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഈ മുരിങ്ങ ഒലിഫെറ ലാമ്പെന്ന്. അപ്പോൾ ഇത് അറിയുന്നവരെ ഉണ്ടാവാം, അറിയാത്തവരെ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാവർക്കും കൂടി ചേർന്നിട്ടൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഇന്നത്തോടെ അറിയാം, ദോഷങ്ങളും നമുക്ക് ഇന്നത്തോടെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പോവാല്ലേ? കണ്ടില്ലേ, നമ്മൾ മുരിങ്ങയില. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക്കൽ നെയിമാണ് മുരിങ്ങ ഒലിഫെറ ലാമ്പെന്നും ഡ്രംസ്റ്റിക് ട്രീ എന്നും നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇതിനെ ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഗുണങ്ങൾ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒന്നും നിൽക്കില്ല, ഒത്തിരി അങ്ങ് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് വിഷയത്തിലോട്ട് പോകാം. അപ്പോൾ ഇവൻ്റെ പൂവിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഈ പൂവൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുട്ടികൾക്ക് നെയ്യ് ചേർത്ത് ഉപ്പേരിയായിട്ടോ തോരനായിട്ടോ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിനൽ ഫുഡ് കൂടിയാണിത്. പിന്നെ ഇതിലെ വൈറ്റമിൻ എ, ബി, സി, പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ മസിൽസിനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ബോഡിക്ക് ഒരിക്കലും കേട് വരുന്നൊരു ഫുഡല്ലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ സന്ധിവേദന, മുട്ടുവേദന ഉള്ളവർക്ക് കഴിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ 3 ജനറേഷൻകാർ ഇത് കഴിക്കുന്നത് ഒരു കുഴപ്പം അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഹോൾ ബോഡിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ് നമ്മൾ ഈ മുരിങ്ങ ഒലിഫെറ ലാമ്പെന്ന് പറയുന്ന മുരിങ്ങയില. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരെ ഇത് കഴിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഹോർമോൺ നമ്മളെ സഹായിക്കും ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ. പിന്നെ നമ്മൾ ഈ മുരിങ്ങയില തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചാൽ ആ വെള്ളത്തോട് തിളപ്പിച്ചതിന് ശേഷം അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് നമ്മൾ ആ മുരിങ്ങയില കളയുക. എന്നിട്ട് അതിൻ്റെ നീരുണ്ടല്ലോ അതിൽ ചെറുനാരങ്ങ ചേർത്തതിന് ശേഷം അതിലൊരു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം, ഇന്ദുപ്പാണ് കേട്ടോ നല്ലത്, ആഡ് ചെയ്ത് നമ്മൾ ദിവസേന കുടിക്കുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഒരു പരിധിവരെ അസുഖങ്ങളെ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിസിനൽ റെമഡിയാണ് നമ്മൾ ഈ മുരിങ്ങ ഒലിഫെറ ലാമ്പെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, പെൺകുട്ടികൾക്ക് തന്നെ എടുത്തു പറയാവുന്നൊരു വിഷയമാണ്. അവർ ഭയങ്കര ടെൻഷൻ അനുഭവിക്കാറുണ്ട് അവരുടെ ഹെയർ ഫോൾ കാരണം, അല്ലെങ്കിൽ അകാല നര, അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടിയോട്ടോ ഈ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീരിൻ്റെ കൂടെ നമ്മൾ തൈര് കേട് അതോ ഇല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമോ മിക്സാക്കി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മതിയാവും, അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്ക് മതിയാവും. അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ചെയ്ത് നോക്കിയേ, നല്ല ഹെയർ ഫോളിന് റിസൾട്ട് ഉണ്ട്. പേഴ്സണലി എനിക്ക് 1 മന്ത് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് വന്നു തുടങ്ങി. 1 മന്ത് വേണ്ട, നമ്മൾ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് എടുത്ത് പറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം, ഫേസിൽ പിമ്പിൾസ് വരുന്നവർക്ക്, അങ്ങനെയുള്ളവർ ഇത് ഉണക്കിയതിന് ശേഷം ഇതിനെ പൗഡറിനാക്കി നമ്മൾ തൈര് ചേർത്തിട്ട് അല്ലെങ്കിൽ വെറുതെ എല്ലാ പൗഡറിന് മിക്സാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. പിമ്പിൾസ് 1 മന്തിൽ ഉറപ്പായിട്ടും 1 മന്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഓയിലി സ്കിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഉറപ്പായിട്ട് എൻ്റെ റിസൾട്ടും, അതും എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഇത് തിളപ്പിച്ച വെള്ളം അതിൽ ഒരള്ളി വെളുത്തുള്ളി ചേർത്ത് കുടിക്കുന്നത് നമ്മളെ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കാല് പിന്നെ അതിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ട വെള്ളം തിളപ്പിച്ച് പിടിക്കുന്നതും വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇവനെ വൃത്തിയാക്കാനാണെങ്കിലോ അധികം പാടൊന്നുമില്ല കേട്ടോ, നല്ല നൈസായിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. പിന്നെ ഇവൻ്റെ കറി നമുക്ക് ഇവനെ നല്ലപോലെ എന്താ പറയുക, നമുക്ക് പരിപ്പിലിട്ട് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, പരിപ്പിൽ തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നല്ല കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിയിൽ വെറുതെ വേവിച്ച് ഇട്ട് കഴിക്കുന്നതും കഞ്ഞിയിൽ കഴിക്കുന്നതും വളരെ ഹെൽത്തി ഫുഡ് കൂടിയാണ്. പിന്നെ നമുക്ക് തോരനായിട്ട് ഇവനെ ഉപയോഗിക്കുന്നതാണ്. നമ്മളെ സൂപ്പർ ഡിഷുമാണ്. അതേപോലെ നമ്മളെ ഹോൾ ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ മുരിങ്ങ ഒലിഫെറ ലാമ്പെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.